जय माता. ചരണം ശരണം രാമാംബികേ, ചരണം ശരണം ത്രയംബകേ. അമ്മ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വാക്ക്. കാരണം അതിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മയും നിറഞ്ഞിരിക്കുന്നു. സ്നേഹം, ത്യാഗം, സഹനം എന്നു വേണ്ട. സ്വന്തം കുഞ്ഞിനു വേണ്ടി ഒരമ്മ സഹിക്കാത്തത് എന്താണുള്ളത്? 10 മാസം സ്വന്തം ഗർഭപാത്രത്തിൽ കൊണ്ടു നടക്കുന്ന കാലം മുതൽ ഒരു സ്ത്രീ അമ്മ ആകുന്നു. അവർ കൂടുതലും ആലോചിക്കുന്നത് സ്വന്തം കുഞ്ഞിനെപ്പറ്റി തന്നെയായിരിക്കും. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അതിനോട് കിന്നാരം പറഞ്ഞും അതിനെ താലോലിച്ചും കഴിയുന്നു. അത് വയറിൽ കിടന്ന് ചവിട്ടിയാൽ ഒരമ്മയും കുഞ്ഞിനെ പഴിക്കാറില്ല. അതാ കുഞ്ഞ് ഇളകുന്നു എന്നാണ് പറയുക. അമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണ് കുഞ്ഞു വയറ്റിൽ കിടന്ന് ചവിട്ടുമ്പോൾ. പിന്നീട് പ്രസവത്തിൻ്റെ എന്തെന്നില്ലാത്ത വേദന സഹിച്ച് കുട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഖം കാണുമ്പോൾ അമ്മ തൻ്റെ അതുവരെ ഉണ്ടായിരുന്ന വേദനകൾ മറന്ന് കുട്ടിയെ മനസ്സിൽ തട്ടി അനുഗ്രഹിക്കുന്നു. പിന്നെ ആ അമ്മയുടെ ജീവിതം മുഴുവൻ ആ കുട്ടിയെ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി വളർത്താം ആയിരിക്കണം. ഒരു മനുഷ്യക്കുട്ടിയുടെ അമ്മയുടെ ചരിത്രം ഇതാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്ന നമ്മുടെ അമ്മയുടെ ഉത്തരവാദിത്വം എത്രയാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? അമ്മ ഈ ലോകത്തെ മുഴുവൻ അമ്മയുടെ നിലയിലേക്ക് ഉയർത്താൻ, അല്ലെങ്കിൽ അമ്മ തന്നെ ആക്കാനാണ് അവതാരമെടുത്തു വന്നത്. ഇന്നുവരെ ഏതെങ്കിലും ഒരു പൂർണ്ണ അവതാരത്തെ സ്ത്രീ രൂപത്തിൽ കണ്ടിട്ടുണ്ടോ? സതീദേവിയും പാർവതീദേവിയും രുക്മിണീദേവിയും രാധയും സീതയും എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ശ്രീരാമൻ്റെയോ മഹാദേവൻ്റെയോ എല്ലാം കൂടെ അവരുടെ ധർമ്മപത്നി സ്ഥാനം അലങ്കരിക്കാൻ ജന്മമെടുത്തവരാണ്. ഇവിടെ ഇതാ പരാശക്തിയായ ദേവി തൻ്റെ ഒരു ഭക്തൻ്റെ, അതായത് വിവേകാനന്ദ സ്വാമിയുടെ പ്രാർത്ഥനയുടെ ഫലമായി സ്ത്രീകളെ ഉദ്ധരിക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടു കൂടി അവതാരമെടുത്തിരിക്കുന്നു. അമ്മ എന്ന സവിശേഷ പദത്തിന് എല്ലാവിധത്തിലും അർത്ഥമുണ്ടാക്കുന്ന രീതിയിൽ അമ്മ ആ സ്ഥാനം അലങ്കരിച്ചു. ഒരു സ്ത്രീ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു കുട്ടിയെ ഒരു സത്പുത്രനായോ സത്പുത്രിയായോ വളർത്തുന്നത് എങ്ങനെ എന്ന് അമ്മ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. അമ്മയുടെ വീട്ടിൽ അമ്മയുടെ കുട്ടികൾ പലയിടത്തു നിന്നും അമ്മയുടെ ദർശനത്തിനായി കൂട്ടമായി വരുമായിരുന്നത്രേ. അങ്ങനെ വരുമെന്ന് വിവരം കിട്ടിയാൽ പിന്നെ വാത്സല്യനിധിയായ അമ്മ അതിനുള്ള ഒരുക്കം സ്വയം തുടങ്ങുകയായി. അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയും അവർ വന്നാൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും അവരുടെ തുണികൾ കഴുകുന്നതടക്കം അമ്മ സ്വയമാണ് ചെയ്തിരുന്നത്. അവിടെയുള്ള വേലക്കാർക്കോ പാചകക്കാർക്കോ ജോലിഭാരം കൂടാൻ അമ്മ അനുവദിച്ചിരുന്നില്ല. കാരണം അവരും അമ്മയുടെ കുട്ടികളാണല്ലോ. ഒരിടത്തു പോലും ആർക്കും ഒരു പരാതി പറയാൻ ഇടം കൊടുക്കാതെ എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്ത്, ഊട്ടി സന്തോഷിപ്പിച്ച്, അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച്, അവർക്ക് സാധനയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി അവരെ യാത്രയാക്കും. അമ്മ ഇവിടെ കാണിച്ചു തരികയാണ് ഒരു അമ്മ കുട്ടിക്ക് ആരായിരിക്കണമെന്ന്, സ്വന്തം വീട്ടിൽ വന്ന അതിഥികളോട് എങ്ങനെ പെരുമാറണമെന്ന്, അവർക്ക് സേവനം എങ്ങനെ ചെയ്യണമെന്ന്, അവർക്ക് വേണ്ടി നാം ഏത് രീതിയിലുള്ള ത്യാഗങ്ങൾ സഹിക്കണമെന്ന്, ഇതെല്ലാം അമ്മ സ്വയം ജീവിച്ചു കാണിച്ചു തരികയാണ്. വളരെ അടുത്ത് പെരുമാറിയിരുന്നവർ പോലും അമ്മ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിരുന്ന പല സേവനങ്ങളും, ഉദാഹരണത്തിന് തുണി കഴുകൽ, ഭക്ഷണം പാകം ചെയ്യൽ തുടങ്ങിയവയൊക്കെ അമ്മ തന്നെയാണ് ചെയ്തിരുന്നത് എന്ന് വളരെ വൈകിയാണ് അറിഞ്ഞത്. അറിഞ്ഞാലും അതൊന്നും ഒരിക്കലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല അമ്മ. അമ്മ ഇവിടെ കാണിച്ചു തരുന്നത് ഗൃഹസ്ഥാശ്രമത്തിലെ ആതിഥ്യധർമ്മമാണ്. വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി തൻ്റെ കുട്ടികൾക്ക് താൻ ചെയ്യേണ്ട ഒരു കടമയായി കണ്ട് അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ഇത് ഓരോ കുടുംബത്തിലെയും അമ്മമാർക്ക്, കുടുംബിനികൾക്ക്
അമ്മ കൊടുക്കുന്ന സന്ദേശമാണ്. അമ്മയ്ക്ക് വരുന്നവരെല്ലാം തൻ്റെ കുട്ടികളാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ വരുന്നവർ അതിഥികളാണ്. വരുന്നവർ അമ്മയെ സഹായിക്കാൻ മുതിർന്നാലും അമ്മ അതിന് അവരെ അനുവദിക്കില്ല. അപ്പോൾ അമ്മ ആ കുടുംബത്തിൽ വഹിച്ചിരുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ആധിക്യം എത്രയുണ്ടെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഒരു 4 പേർ വീട്ടിൽ കൂടുതൽ വന്നാൽ നാം എത്ര പരിഭ്രമിക്കണം അവരെ സന്തോഷിപ്പിച്ച് നിർത്താൻ, അവരെ വേണ്ട വിധം പരിചരിക്കാൻ എന്ന് നമുക്കറിയാം. നിർവികൽപ്പ സമാധിക്ക് ശേഷം അമ്മയുടെ അവതാര മാഹാത്മ്യം കേട്ടറിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അമ്മയുടെ ഭവനത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അവർക്കെല്ലാം വേണ്ട സൗകര്യങ്ങൾ വേണ്ട വിധം ഏർപ്പെടുത്തുന്നതിൽ അമ്മയ്ക്കെന്ന പോലെ ഭഗവാനും നിർബന്ധമുണ്ടായിരുന്നു. അമ്മയെ വേണ്ട വിധം സഹായിച്ചുകൊണ്ട് അദ്ദേഹവും കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഗൃഹസ്ഥനും ഗൃഹസ്ഥയും ഏത് രീതിയിലാണ് സ്വന്തം ഗൃഹത്തിൽ വരുന്ന അതിഥികളോട് മര്യാദകൾ പാലിക്കേണ്ടതെന്ന് അവർ രണ്ടുപേരും നമുക്ക് സ്വജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ഓരോരുത്തർക്കും ഉള്ള ശീലങ്ങളെ പോലും പരിഗണിച്ചിരുന്നു എന്നതിന് തെളിവാണ് നമ്പൂതിരിമാർക്ക് സെപ്പറേറ്റ് സെക്ഷനായി ഭക്ഷണം വിളമ്പിയിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് ആ സെപ്പറേഷൻ ഇല്ല എന്നുള്ളത് അമ്മ എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിച്ച് കാണിച്ചു കൊടുത്തു. അമ്മയുടെ അഭിപ്രായത്തിൽ ഈശ്വരൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ക്ഷേത്രം മനുഷ്യൻ്റെ ഹൃദയ കമലമാണ്. സ്വയം പ്രകാശരൂപമായ ആത്മാവാണ് ആ ക്ഷേത്രത്തിലെ ദേവൻ. ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അതവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേറൊരു വിളക്കിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആ വിളക്കിലെ നാളം സ്വയം പ്രകാശിപ്പിക്കുന്നതാണ്. ഇതുപോലെ ആത്മസ്വരൂപമായ സ്വയം പ്രകാശിക്കുന്ന നമ്മൾ ഉണ്ടോ എന്നറിയാൻ നമുക്ക് വേറെ ഏതെങ്കിലും ഉപാധിയുടെ ആവശ്യമുണ്ടോ? ഇരുട്ട് നിറഞ്ഞ ഒരു സ്ഥലത്ത് നാം പെട്ടു എന്നിരിക്കട്ടെ. അവിടെ മറ്റേതൊരു ജീവിയോ മനുഷ്യനോ ഉണ്ടോ എന്നറിയാൻ നമുക്കൊരു പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ നാം ഉണ്ടോ എന്നറിയാൻ നമുക്ക് ഏതെങ്കിലും പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നാം സ്വയം പ്രകാശസ്വരൂപമായ ആത്മാവാണ്. ആത്മാനുസന്ധാനമാണ് പരമശ്രേഷ്ഠമായ ആരാധന. എന്താണ് ആത്മാനുസന്ധാനം? ആത്മാവിനെക്കുറിച്ചുള്ള അന്വേഷണം. അത് പുറമേ നടത്തിയാൽ പറ്റുമോ? ഇല്ല. ആ പരമാത്മ ചൈതന്യത്തെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അന്വേഷിക്കണം. അത് എവിടെയും പോയിട്ടില്ല. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും ആ ചൈതന്യം നമ്മെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനും നമ്മുടെ ഓരോ കോശവും ഓരോ അവയവും വേണ്ട വിധം പ്രവർത്തിക്കുവാനുള്ള ഊർജ്ജസ്രോതസ്സായും നമ്മുടെ ഉള്ളിൽ വിരാജിക്കുന്നു. അജ്ഞാനത്തിൻ്റെ അഹന്തയുടെ എല്ലാ മൂടലിൽ നാം ആ അതുല്യ ശക്തിയെ കാണുന്നില്ലെന്ന് മാത്രം. അജ്ഞാനത്തെ നീക്കാൻ, അഹന്തയെ തച്ചുടയ്ക്കാൻ ആ പരമാത്മ ചൈതന്യം, നമ്മുടെ എല്ലാം ഉള്ളിലെ ആ നൂലാകുന്ന പരമ്പൊരുൾ, നമ്മുടെ അമ്മയായി, വാത്സല്യനിധിയായി, സ്നേഹത്തിൻ്റെ സാഗരമായി നമ്മുടെ മുന്നിൽ അവതാരമെടുത്തു. അമ്മയ്ക്കാണ് കുട്ടികളോട് കൂടുതൽ അടുപ്പമുണ്ടാവുക. വേണ്ടത് ശരിയായ രൂപത്തിൽ കാണിച്ചു കൊടുക്കാനും വേണ്ട ഉപദേശങ്ങൾ നൽകാനും ഏറ്റവും എളുപ്പം അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് കുട്ടികളോട് എന്തും പറഞ്ഞു തരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഗുണദോഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാവണം പരബ്രഹ്മമൂർത്തിയായ പരാശക്തി രമാദേവി അമ്മയുടെ രൂപത്തിൽ നമുക്ക് മുന്നിൽ അവതരിച്ചത്. ആ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ സ്ഥാനത്ത് പരമസത്യമായ അമ്മയെ സങ്കല്പിച്ച് ധ്യാനം തുടങ്ങിയാൽ കുറേ കാലം കൊണ്ട് അമ്മ തന്നെ നമ്മെ കൈപിടിച്ച് ആത്മസ്ഥിതിയിലേക്ക് എത്തിക്കും. ഈ ഒരു ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും സാധിക്കും എന്ന് നമ്മെ കാണിച്ചു തരാനാണ് അമ്മ ഒരു സ്ത്രീ രൂപത്തിൽ അമ്മയായി അവതാരമെടുത്തത്. സ്ത്രീകൾക്ക് വേദം ചൊല്ലാനോ പുരുഷന്മാരെ പോലെ സാധനകൾ ചെയ്യാനോ ആത്മോപദേശത്തിനോ സമൂഹം സ്വാതന്ത്ര്യം നൽകാത്തൊരു കാലത്ത് സ്ത്രീ സമൂഹത്തിന് പുരുഷന്മാരെ പോലെ തന്നെ ആത്മോപദേശം നൽകി ധ്യാനം അഭ്യസിപ്പിച്ച് അമ്മയുടെ സ്ഥിതിയിലേക്ക് ഉയർത്തി. അമ്മ പലപ്പോഴും പറയുമായിരുന്നത്രേ, മറക്കുടയ്ക്ക് കീഴിൽ മാത്രം പുറം ലോകം കണ്ടിരുന്ന നമ്പൂതിരി സ്ത്രീകളെ പുറത്തെത്തിച്ചില്ലേ? തങ്ങൾക്കൊന്നിനും അധികാരമില്ലെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന സ്ത്രീ സമൂഹത്തെ ജാതി മത ഭേദമില്ലാതെ, നിറവ്യത്യാസങ്ങളില്ലാതെ, ധനികരെന്നോ ദരിദ്രരെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും സ്വന്തം പുത്രിമാരായി കണ്ട് വാത്സല്യത്തോടെ സ്നേഹത്തോടെ അമ്മ ആത്മോപദേശം നൽകി അനുഗ്രഹിച്ച് അവരെ തൻ്റെ സ്ഥിതിയിലേക്ക്
പരബ്രഹ്മസ്ഥിതിയിലേക്ക് ഉയർത്തി അവർക്ക് പരമപദം നൽകാൻ അഹോരാത്രം പ്രയത്നിച്ചു. തൃശ്ശൂരും തിരുവനന്തപുരത്തും കായംകുളത്തും തൻ്റെ കുട്ടികൾക്ക് സാധന ചെയ്യാൻ പ്രാണപ്രതിഷ്ഠ ചെയ്ത മന്ദിരങ്ങൾ സ്ഥാപിച്ചു. ആ മന്ദിരങ്ങളിൽ സാധന ചെയ്യുമ്പോഴും അമ്മയെ ദർശിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. സ്ത്രീകൾക്ക് ഉപദേശം കൊടുക്കുന്നതിനെ വിമർശിച്ച ആളുകളോട് അമ്മ എല്ലാവരെയും ആത്മസ്വരൂപമായി കാണാനാണ് ഉപദേശിച്ചത്. നൂലിനെ തൊട്ടാൽ പിന്നെ മുത്തിൻ്റെ വലിപ്പച്ചെറുപ്പമോ നിറമോ തരമോ എന്തെങ്കിലും ബാധിക്കുമോ? അതുപോലെ ശരീരതലത്തിലാണ് സ്ത്രീ പുരുഷ ഭേദവും മറ്റെല്ലാ ഭേദങ്ങളും. ആത്മാവിൻ്റെ തലത്തിലേക്ക് എത്തിയാൽ അവിടെ ഇതൊന്നും ബാധിക്കാത്ത ആ പരമാത്മ ചൈതന്യം മാത്രം. അതനുഭവമാണ്. അത് അനുഭവിക്കാൻ ഇന്ദ്രിയങ്ങൾ വേണ്ട. കുരാക്കുരുട്ട് നിറഞ്ഞ ഒരു ഗുഹയിൽ നമ്മൾ പെട്ടുപോയാൽ നമുക്ക് നമ്മുടെ ശരീരമോ മറ്റുള്ളവരുടെ ശരീരമോ കാണാൻ കഴിയുമോ? പക്ഷേ എങ്കിലും നമുക്കവിടെ ഒരു കാര്യം മാത്രം അറിയാം, നമ്മൾ ഉണ്ട് എന്ന സത്യം. അതെങ്ങനെ അറിയുന്നു? കാരണം അതിനൊരു ഇന്ദ്രിയങ്ങളുടെയും ആവശ്യമില്ല. അത് അനുഭവമാണ്. ശരീരതലത്തിലുള്ളതെല്ലാം ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്നതാണ്. പക്ഷേ ഇതൊന്നുമല്ലാതെ അനുഭവമായി നിലകൊള്ളുന്ന ആത്മവസ്തു നമ്മുടെ എല്ലാം ഉള്ളിൽ സ്വയം പ്രകാശിച്ച് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെയും പ്രകാശിപ്പിച്ച് നിലകൊള്ളുന്നു എന്ന സ്വാനുഭവത്തിലൂടെ മനസ്സിലാക്കിച്ച് നാം എല്ലാം പരമാനന്ദ സ്വരൂപമായ പരബ്രഹ്മമാണെന്ന് അനുഭവവേദ്യമാക്കാനാണ് അമ്മ അവതരിച്ചത്. അതുകൊണ്ട് അമ്മ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും മഹാവാക്യോപദേശം നൽകി അനുഗ്രഹിച്ചു. എല്ലാവർക്കും അത് എങ്ങനെ ഉപാസിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അത് അമ്മ പറഞ്ഞതുപോലെ ഉപാസിച്ചവർക്കെല്ലാം അത് അനുഭവമായി. അനുഭൂതിയിലൂടെ മാത്രം അറിയുന്ന ആ ബ്രഹ്മാനുഭൂതി അമ്മയുടെ ശിഷ്യർക്ക്, അമ്മയുടെ കുട്ടികൾക്ക് അമ്മ പ്രാപ്തമാക്കി കൊടുത്തു. അമ്മയുടെ കുട്ടികൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ ആത്മാന്വേഷണമായി തീർന്നു. ഒരു ക്ഷേത്രത്തിനടുത്തു ചെന്നാൽ ഒരാളുടെ മനസ്സ് എത്ര കണ്ട് പ്രാർത്ഥനാ നിർഭരമാകുമോ അത്തരം ഒരു അന്തരീക്ഷം ഓരോ ഗൃഹത്തിലും കൊണ്ടുവരാനാണ് അമ്മ തൻ്റെ ജീവിതം ഉദാഹരണമാക്കിക്കൊണ്ട് ശിഷ്യരെ ഉപദേശിച്ചത്. അത്തരം വിശുദ്ധിയുടെ ഒരു അന്തരീക്ഷം ഓരോ ഗൃഹത്തിലും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനയും ആരാധനയും സ്വാഭാവികമായി തീരുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയും. പിന്നെ ആ ഗൃഹങ്ങൾ തന്നെയല്ലേ പരമാത്മാവിൻ്റെ യഥാർത്ഥ ശ്രീകോവിൽ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അത്തരം ശ്രീകോവിലുകൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം സ്വർഗമല്ല, അതിനും മേലെയുള്ള പരമധാമമായി തീരും എന്നാണ് അമ്മയുടെ അഭിപ്രായം. നമ്മളെല്ലാം അമൂല്യമായ ആധ്യാത്മിക നിധിയുടെ അവകാശികളാണെന്നാണ് അമ്മ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നത്. നമ്മുടെ പൂർവികന്മാരായ ഋഷീശ്വരന്മാരെ പോലെ ഈശ്വരാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ മഹത്വം പ്രായോഗിക തലത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്തി യഥാർത്ഥ ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ ശാന്തിയും സമാധാനവും സന്തോഷവും അനുഗ്രഹവും ആവേശത്തോടു കൂടി ഈ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടണം എന്ന് അമ്മ ഉദ്ബോധിപ്പിക്കുന്നു. അത് എങ്ങനെയാണെന്ന് സ്വജീവിതത്തിലൂടെ അമ്മ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ട നശ്വരങ്ങളായ ബൗദ്ധിക സമ്പത്താണ്. പക്ഷേ പരാശക്തിയായ അമ്മ നമുക്ക് തന്നിരിക്കുന്നത് ആത്മജ്ഞാനമാകുന്ന അനശ്വര സമ്പത്താണ്. ആ സമ്പത്ത് ഉപയോഗിച്ച് എങ്ങനെ പരമപദം പോകാം എന്നമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. നാം അതനുസരിക്കുകയേ വേണ്ടൂ. ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.